ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ എന്ന പ്രദേശം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് കൃഷി ആണ് ചെയ്യുന്നത്. അതായത് കുട്ടനാടിൻ്റെ നെൽകൃഷിയുടെ മെയിൻ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അവിടെ ഭൂമി ഉഴുവുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ കൊറ്റികളൊക്കെ ചുറ്റിലും ഈ ഇത് ഒഴുകുമ്പോൾ, ഈ നിലം ഒഴുകുമ്പോൾ അതിൽ നിന്ന് പൊങ്ങി വരും കുറേ മത്സ്യങ്ങളൊക്കെ. ആ പാടത്തുനിന്ന് കുറേ മത്സ്യങ്ങളൊക്കെ കിട്ടും. ഈ ഇത് ഒഴുകുന്നതിനനുസരിച്ചിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറ്റികളൊക്കെ കുറേ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ മുട്ടാറ് റോഡിൻ്റെ ഇരുവശത്തും നിറയെ നെൽപ്പാടങ്ങളാട്ടോ. ഈ നെൽപ്പാടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഏകദേശം ഒരു നവംബർ മാസത്തിലൊക്കെ ഇവിടെ ഏകദേശം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശമാക്കി ഇവർ മാറ്റും. നിറയെ വെള്ളക്കെട്ടും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ ചുറ്റിലും കാണുന്നത്. ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചാല് കയറി വെള്ളമൊക്കെ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവർ കൃഷി ഇറക്കുന്നത്. അതുവരെ ഈ പാടത്ത് കംപ്ലീറ്റ് ആമ്പലും താമരയൊക്കെ ആയിരിക്കും കേട്ടോ നിറയെ ഉണ്ടാവുക. അതൊക്കെ പറിച്ച് കളഞ്ഞ് അതൊക്കെ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടേക്ക് കൃഷി ഇറക്കുന്നത്. നെൽകൃഷി പോലെ തന്നെ ഇവിടെ താറാവിൻ്റെ കൃഷിയും പിന്നെ അതുപോലെ തന്നെ മത്സ്യകൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാട്ടോ ഈ മുട്ടാർ. ഈ മുട്ടാർ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കണ്ട ഒരു പാലാട്ടോ. ഈ പാലമൊക്കെ നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ മുങ്ങിക്കിടക്കായിരുന്നു. ഈ പാലത്തിൻ്റെ അടിയിലൂടെയുള്ളൊരു വഞ്ചിയാത്രയൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു നമുക്ക്. ഇതിലൊക്കെ നിറയെ മീനുകളുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വഞ്ചികൾക്കൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഈ വെള്ളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. ഇവിടങ്ങളിലുള്ള ആൾക്കാരൊക്കെ രാവിലെ തന്നെ ചെറു വഞ്ചിയായിട്ട് ഇറങ്ങും. അതായത് വേറെ പുറത്ത് ജോലിക്ക് പോകാത്ത ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെറിയ വഞ്ചികളൊക്കെ ആയിട്ട് ഇറങ്ങും. ഇതിൽ നിറയെ മീനുകളുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ചൂണ്ടയിട്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നാട്ടുപുറത്ത് പറയുന്ന തൊട്ട് വെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഓരോ പരിസരത്തേക്കായിട്ട്. ഈ മുട്ടാർ പഞ്ചായത്തിൽ മെയിനായിട്ട് ഒരു പട്ടിക ജാതി ശ്മശാനം ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ അതുപോലെ തന്നെ ഒരു SNDPയുടെ ഒരു ശ്മശാനം കൂടി ഉണ്ട്. ഇത് രണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെ കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. രണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണെങ്കിലും നമുക്ക് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതിലുണ്ട് കേട്ടോ. ആ മതിൽ വെച്ചിട്ട് രണ്ട് ശ്മശാനം ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയൊരു ജാതീയതൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. ഇവിടെ വളരെ പഴക്കം ചെന്ന ഒരു വീടുണ്ട് കേട്ടോ. വളരെ പഴക്കമുള്ളൊരു വീടാണ്. ഈ വീട് ഒരു പഴയ ഇല്ലത്തിൻ്റെ സ്റ്റൈലിലൊക്കെ പണിതേക്കണ ഒരു വീടാട്ടോ. ഇവിടെ നമുക്ക് കുറേ നിലത്ത് കുറേ ചില്ലറ പൈസകളൊക്കെ കാണാൻ കഴിഞ്ഞു. എന്താണെന്നറിയില്ല, കുറേ ചില്ലറ പൈസകളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തികളൊക്കെ മരത്തിൻ്റെ ഭിത്തിയാണ്. ഇതൊരു പഴയ ഒരു ക്രിസ്ത്യൻ ഫാമിലി താമസിച്ചിരുന്ന വീടാട്ടോ. നല്ല സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു വീടായിരുന്നിരിക്കണം ഇത്. ഇതിൻ്റെ മച്ചും സൈഡിലെ ഭിത്തികളെല്ലാം തന്നെ മരത്തിൻ്റെ ആട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിൻ്റെ വയറിങ്ങൊക്കെ ഒരു പഴയ രീതിയിലുള്ള ഒരു വയറിങ്ങൊക്കെ കേട്ടോ. പഴയ രീതിയിലുള്ളൊരു വയറിങ്ങൊക്കെയാണ്. ഇതിൻ്റെ സൈഡ് ഭിത്തിയൊക്കെ മരം കൊണ്ടാട്ടോ. ഇത് ഓരോ മുറികളുണ്ട്. കംപ്ലീറ്റ് മരം തന്നെയായിരുന്നു. ഇതിൻ്റെ പുറത്തുള്ള ഒരു കാഴ്ചയൊക്കെയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലത്ത് 50-60 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിലാട്ടോ ഈ ഒരു വീട് ഇരിക്കുന്നത്. പഴയ ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ വീടാണ്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഈ വീടിൻ്റെ മുറികളുടെ ഉള്ളിലും കുറച്ച് അറകളൊക്കെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ മനകളുടെയൊക്കെ ഒരു വാസ്തു ശൈലിയിൽ പണി കഴിപ്പിച്ചൊരു വീടായിരുന്നിരിക്കണം ഇത്. എന്തായാലും വീടിൻ്റെ കുറേ ഭാഗങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ആകെ മോശമായിട്ട് കിടക്കുക. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കൂട്ടുകാരൻ പറഞ്ഞത്.
അതൊക്കെ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത നല്ല അലമാരകളും പിന്നെ അതുപോലെ തന്നെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നത് ഇവിടുത്തെ പത്തായ കേട്ടോ, നെൽപ്പത്തായം. അതായത് കൃഷി ചെയ്തു കൊണ്ടുവന്ന നെല്ലും ഇതൊക്കെ സൂക്ഷിക്കുന്നത് ഈ ഒരു പത്തായത്തിലാട്ടോ. ഈ പത്തായത്തിൻ്റെ അടിവശത്തും ഒരു അറയുണ്ട്, അതിലും എന്തെല്ലാം എടുത്തു വെക്കുന്നതായിരിക്കണം. ഈ പത്തായത്തിൻ്റെ സൈഡിലുള്ള ഈ റൂം എന്താണെന്നറിയില്ല, ഈ റൂമിൻ്റെ അടിയിൽ ഒരു പത്തായം പോലെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾപ്പാർപ്പില്ലാത്തത് കൊണ്ട് തന്നെ കുറേ കുപ്പികൾ, ഒഴിഞ്ഞ കുപ്പികളൊക്കെ കിടക്കണ്ടായിരുന്നു. എന്താണെന്ന് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് വെള്ളപ്പൊക്കത്തിലായിരിക്കണം ഇത് കൂടുതൽ നാശം വന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ കയറാനൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാടൊക്കെ പിടിച്ച് കിടക്കുന്നത് കൊണ്ട് വല്ല പാമ്പൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഷിനിലിന് പിന്നെ ഒരു പേടിയും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ കാട്ടിലൂടെയൊക്കെ. ഞാൻ പറഞ്ഞ അവിടെ അവൻ്റെ അടുത്ത് ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവന് ഒരു ശ്രദ്ധയില്ല, ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന കേട്ടോ നമ്മളിവിടേക്ക് എത്തിച്ച നമ്മുടെ കൂട്ടുകാരൻ ശാന്തിലാൽ. ഇത് ഈ വീടിൻ്റെ ചുറ്റിലുള്ള ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഓടിൻ്റെ ഭാഗത്തും ഇതിൻ്റെ 4 മൂലയ്ക്കൊക്കെ നമ്മൾ ഈ ഓട് താങ്ങി എന്ന് പറഞ്ഞ സംഭവിക്കില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയ ശില്പമൊക്കെ ആയിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അതൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് പോയി. നമ്മളതിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് കുറേ ശില്പപ്പണികളൊക്കെ ചെയ്ത കുറേ മരത്തിൻ്റെ ഉരുപ്പിടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മോഷണം പോയെന്നാട്ടോ പറഞ്ഞത്. ഇതിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ചെറിയൊരു പാടാട്ടോ കാണുന്നത്. ആ പാടത്തിൻ്റെ അങ്ങേ സൈഡിൽ ഒരു വീടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും സ്വന്തമായിട്ടൊരു ചെറിയ വഞ്ചിയെങ്കിലും ഉണ്ടായിരിക്കും. ആ വഞ്ചിയിലാട്ടോ അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോകുന്നത്. ഓരോ റോഡുകളിലേക്ക് എത്തിച്ചേരാനൊക്കെ ആയിട്ട് അവർ വീട്ടിൽ നിന്ന് ഈ ഇതുപോലുള്ള ചെറിയ വഞ്ചികളാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും മുട്ടാറിൻ്റെ കാഴ്ചകൾ ഇതൊന്നും അല്ല കേട്ടോ. ഇതിലും ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം നമുക്ക് കുറച്ച് കാഴ്ചകളിലേക്ക് മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ തന്നെ ആയാലും നല്ല സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ ഒരു ശ്മശാനത്തിൻ്റെ ആ ഒരു വിഷയം മാത്രം നമുക്ക് സങ്കടമായിട്ട് തോന്നിയത്. ഇവിടെയുള്ള എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാട്ടോ. പരസ്പരം സഹകരിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഒരു വീട്ടിലൊക്കെ തന്നെയാണ് എല്ലാവരും കഴിഞ്ഞത്. ജാതി മതമൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ശാന്തിലാൽ പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ആഘോഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ജീവിക്കുക, ഇതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം.